ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇനി 40 സൈസുള്ള ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ ആണെന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ബ്ലൗസിൽ നിന്ന് നമുക്ക് എങ്ങനെ വണ്ണം ഇതിൻ്റെ അളന്നെടുക്കാം എന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ വണ്ണം അളന്നെടുക്കുന്ന ഒരു അളവ് ബ്ലൗസിൽ നിന്ന് വണ്ണം അളന്നെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനത് കാണിച്ചത്. ഇത് കണ്ടില്ലേ, കൈക്കുഴിയുടെ കുറച്ച് താഴെ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഒരു 10 ഇഞ്ച് കണ്ടോ, ഒരു 10 ഇഞ്ച്, ഒത്തിരി അങ്ങ് വലിച്ചു പിടിക്കേണ്ട, ഒരു 10 ഇഞ്ച്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഈ 10 പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന്, അപ്പോൾ ഒരു 19.5 ഇഞ്ച്, ഒരു 19.5 ഇഞ്ച് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇത് തിരിച്ചിട്ടിട്ട് ബാക്ക് ഭാഗത്തെ വണ്ണം എടുക്കണം. നമ്മൾ ബാക്ക് ഭാഗത്തെ വണ്ണം എടുക്കാൻ ഇവിടെ നിന്ന് കൈക്കുഴിയിൽ നിന്ന് കുറച്ച് താഴ്ത്തി ഇവിടുന്ന് ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഒരു 40 ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടോ, 40 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇറക്കം എടുക്കുന്നത് ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് കണ്ടോ, ഒരു 15 ഇഞ്ച് ഇറക്കം, ഒരു 15 ഇഞ്ച് ഇറക്കാം. ഇനി നമുക്ക് തുണിയിലൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ ബ്ലൗസ് കട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് 15 ഇഞ്ച് ഇറക്കമാണല്ലോ. അപ്പോൾ 15 ഇഞ്ച് ഇറക്കത്തിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി നമുക്ക് 16 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്താം. 16 ഇഞ്ച്. ആദ്യം നമ്മൾ ബാക്ക് ഭാഗമാണ് വെട്ടിയെടുക്കുന്നത് കേട്ടോ, ബാക്ക് ഭാഗമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് സ്കെയിലിന് വരച്ചു കൊടുക്കാം. 15ൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടി. ഇനി നമുക്ക് നമ്മൾ 2 ഇഞ്ച് കഴുത്തകല എടുക്കുന്നുണ്ട്. ഷോൾഡർ നമ്മളൊരു 3.25 ഇഞ്ചും എടുക്കുന്നുണ്ട്. 2 ഇഞ്ച് കഴുത്തകലും 3.25 ഇഞ്ച് ഷോൾഡറും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈക്കുഴിക്കായിട്ട് ഇങ്ങോട്ട് നമ്മളൊരു 5.5 ഇഞ്ച്, ഒരു 5.5 ഇഞ്ച് നമ്മൾ വരച്ചെടുക്കുന്നുണ്ട്. ഈ ടേപ്പ് കൊണ്ട് തന്നെ നമുക്കിത് വരച്ചെടുക്കാം. കണ്ടോ, ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പ്. ഇനി 40ൻ്റെ 4/1, 40ൻ്റെ 4/1 10 നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം. ഒരു 1.25 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലത്തെ ഇതിൻ്റെ താഴത്തെ വണ്ണം ഒന്നാളെന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 32.5 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ 4/1, 32.5യുടെ 4/1 8.25 ഇഞ്ച് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. 1.25 ഇഞ്ച് തയ്യൽത്തുമ്പും കൊടുക്കാം. നമുക്കിതൊന്ന് വരച്ചു കൊടുക്കാം. ഇത്ര മനസ്സിലായല്ലോ. ഇനി നമുക്കിതിൻ്റെ ബാക്ക് കഴുത്ത്, ഇതിൻ്റെ ബാക്ക് കഴുത്ത് നമ്മളെടുക്കുന്നത് ഒരു 6.5 ഇഞ്ചാണ്. കണ്ടോ, ഷോൾഡറിൽ നിന്ന് മാറ്റി ഒരു 6.5 ഇഞ്ചാണ് ബാക്ക് കഴുത്ത് നമുക്ക് ഈ അളവ് ബ്ലൗസിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ തുണിയിൽ എങ്ങനെ വരയ്ക്കുന്നതെന്ന് നോക്കാമോ. ഇവിടുന്ന് ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം വേണം ഈ 6.5 ഇഞ്ച് കൂടെ വരച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഇവിടെ 2 ഇഞ്ചാണല്ലോ കഴുത്തകലം എടുത്തത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഒരു 2.5 ഇഞ്ച് കഴുത്തകലം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തിനായിട്ട് ഇങ്ങനെ നമ്മൾ തീരുവളം ഇങ്ങോട്ട് വരുത്തക്ക രീതിയിൽ നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സൈഡ് നോക്കി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ബാക്ക് ഭാഗം എടുത്തതാ
ഈ തേരുവളമ്പിനോട് ചേർത്ത് നമുക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേരുവളമ്പിനോട് ചേർത്ത് നമ്മളൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിക്കാൻ ഇങ്ങനെ നമ്മൾ തേരുവളമ്പിനോട് ചേർത്ത് തന്നെ വെച്ചിട്ടുള്ളത് കേട്ടോ. വേറെ ചിലരൊക്കെ ഈ 1/4 ഇഞ്ച് മാറ്റിയൊക്കെ ചെയ്ത് കൊടുക്കും. പക്ഷേ ഞാനവിടെ ഇങ്ങനെ തേരുവളമ്പിനോട് ചേർത്ത് തന്നെ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഇവിടെ ഒരു 1.25 ഇഞ്ച് വീതം നമുക്ക് കട്ടിങ്ങിനായിട്ട് ഒരു 1.25 ഇഞ്ച് വീതം നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ നമുക്കൊരു 1.5 ഇഞ്ചും എക്സ്ട്രാ കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വരച്ചെടുക്കാം. ഇവിടെ നമുക്ക് ഈ കൈക്കുഴിയുടെ എൻഡ് വരുന്നല്ലോ, അവിടെ നമുക്കൊരു 1/2 ഇഞ്ച് അധികം വരച്ചു കൊടുക്കാം. 1/2 ഇഞ്ച് അധികം കണ്ടോ. എന്നിട്ട് ഇങ്ങനൊന്ന് വരച്ചു കൊടുക്കാം കണ്ടോ. ഇങ്ങനൊന്ന് വരച്ചു. ഇവിടെ ഒരു നമ്മൾ 1/2 ഇഞ്ച് അധികം കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ അതേപോലെ തന്നെ കൈക്കുഴിയെല്ലാം അതേപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം വരുന്നത് എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം ഇതിനകത്ത് വരുന്നത് 6.5 ഇഞ്ചാണ് കണ്ടോ. 6.5 ഇഞ്ച്. അപ്പം ഞാനിതെല്ലാം എന്താ വരച്ച് കഴിഞ്ഞിട്ട് ബാക്ക് ഭാഗം എടുത്ത് മാറ്റുവാണ്. അപ്പം ഇവിടെ ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം ഷോൾഡറിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം 6.5 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി. ഒരു 6.5 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി ഇങ്ങനെ വരച്ചിട്ടുണ്ട് ഉണ്ടോ. നമ്മളിങ്ങോട്ടും ഒരു 2.5 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഇവിടെ 2 ഇഞ്ചാണല്ലോ കഴുത്തകല. അപ്പോൾ ഇങ്ങോട്ടും ഞാൻ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. അപ്പോൾ ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഷേപ്പിനൊന്ന് വരച്ചെടുക്കാം. എന്നിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് കട്ടിങ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു ഷേപ്പിന് നമ്മളൊന്ന് വരച്ചു കൊടുത്താൽ മതി കണ്ടോ. നമ്മൾ കട്ടിങ്ങിനായിട്ട് നമ്മളിങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. കട്ടിങ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കണ്ടോ. ഇനി നമുക്ക് ഈ ഫ്രണ്ട് ഭാഗത്ത് തന്നെ വേണ്ടേ ഈ ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ചൊരു ശകലം ഒരു 1/4 ഇഞ്ച് കുഴിച്ച് നമ്മളൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് കട്ടിങ് വളരെ ഈസി ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്നതിനായിട്ട് തുണി 4ആയിട്ട് മടക്കിയിട്ടു. എന്നിട്ട് വളരെ ഈസിയാണ് സ്ലീവ് കട്ട് ചെയ്യാൻ. ഇത് തന്നെ എടുത്തിട്ട് ഇവിടെ ഒരു 1.5 ഇഞ്ച് നമുക്ക് താഴെ മടക്കി തയ്ക്കാനായിട്ട് ഒരു 1.5 ഇഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വളരെ ഈസി ആയിട്ടോ ഇത് സ്ലീവ് കട്ട് ചെയ്യാൻ. ഇങ്ങനെ ഇവിടെയും ഒരു 1/4 ഇഞ്ച് ഇവിടെ 1/4 ഇഞ്ച് കണ്ടോ കണ്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണേ.